അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ നിങ്ങൾക്ക് 100 രൂപ തരാനുണ്ട്, നിങ്ങൾ എനിക്ക് 200 ഇങ്ങോട്ട് തരാനുണ്ട്. ഓക്കെ, സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് 100 രൂപ തന്നാൽ പോരെ? അതല്ലേ എൻ്റെ നെറ്റ് റിസൾട്ട്. 100 രൂപ തന്നാൽ ഇറ്റ്സ് ഡൺ. ഓക്കെ, സെറ്റിൽഡ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കൺട്രീസിൻ്റെ കാര്യത്തിൽ, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ചിപ്സ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ഒരു ദിവസം തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻ, ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ നടക്കും. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഈ ചിപ്സിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, റെക്കോർഡ് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ചിപ്സ് മണി ട്രാൻസ്ഫർ ചെയ്യും. നോട്ട് റിയൽ മണി, ചിപ്സ് മണിയാണ് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ആഫ്റ്റർ 1 വീക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ 1 മന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇനി ഏത് കൺട്രിക്കാണ് എത്ര എമൗണ്ട് ആണ് നെറ്റായി കൊടുക്കാനുള്ളത്. അങ്ങനെ നെറ്റ് റിസൾട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് നോക്കിയിട്ടാണ് നമ്മൾ നെറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾ റിയൽ എമൗണ്ട് അല്ലെങ്കിൽ റിയൽ മണി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ചിപ്സിന് വേറൊരു പേര് കൂടിയുണ്ട്, പ്ലേ മണി എന്നും കൂടി വിളിക്കും. എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്ലേ മണി കൂടി അതിനെ പറയാറുണ്ട്.